ഹലോ, എന്തൊക്കെയുണ്ട്? എൻ്റെ സൗണ്ട് പോയിട്ടോ, ജലദോഷം മാറിയിട്ടുണ്ട്, പക്ഷേ സൗണ്ട് മൊത്തം പോയി. പക്ഷേ നമുക്ക് ഇന്നൊരു പരിപാടിയുണ്ട്, പുൽക്കൂട്ട് ഉണ്ടാക്കണം. ഈ പ്രാവശ്യം ഞാൻ ലാസ്റ്റാണ് കേട്ടോ പുൽക്കൂട്ട് ഉണ്ടാക്കാൻ, കാരണം വയ്യായിരുന്നു, നിങ്ങൾക്കറിയാം. ഞാൻ എല്ലാ പ്രാവശ്യം ആ ഒരു സ്ഥലത്താണ് കേട്ടോ പുൽക്കൂട്ട് വയ്ക്കാറ്. ഈ പ്രാവശ്യം ഞാനൊന്ന് മാറ്റി മുറ്റത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കാലാവസ്ഥ അനുകൂലമായില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ ആ പഴയ സ്ഥാനം തന്നെ ഉറപ്പിച്ചിട്ട് അതാണ് നമ്മുടെ വീട്ടിലുള്ള പുൽക്കൂട്. ഒരു വർഷം കഴിഞ്ഞ് എടുത്തത് കൊണ്ട് മാത്രം അതിൻ്റെ അകത്ത് ഇല്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല. നമ്മുടെ ഷർട്ട് ഉണ്ടല്ലോ, അത് തൂക്കിയിടുന്ന ഹാങ്ങർ വരെ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഏതൊക്കെയോ ഓയിൽമെൻറ്റിൻ്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ ഈ മാറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ പുൽക്കൂട് വെക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചു. അതിനാണ് മാറ്റ് വിരിച്ചിട്ടിരിക്കുന്നത്. ഒരു 5-6 വർഷം മുന്നേ വരെ ഉണ്ടല്ലോ, ഞാൻ അപ്പുറത്തൊക്കെ വീട്ടിൽ മീൻസ് അപ്പുറത്തെ പറമ്പിലൊക്കെ കാണുന്ന പനമ്പട്ട, അതുപോലെ ഓല, അങ്ങനത്തെ ഐറ്റം കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഞാൻ പുൽക്കൂട് ഉണ്ടാക്കുക. അതായത് ഒരു കാട് തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ റെഡിമെയ്ഡ് പുൽക്കൂട് ഉള്ളത് കൊണ്ട് നമുക്കിപ്പോൾ അങ്ങനെ കാട് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നമ്മളിപ്പോൾ സിമ്പിളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ്. പിന്നെ പണ്ടൊക്കെ നമുക്ക് ചേച്ചി ഉണ്ടായിരുന്നു ഒപ്പം. ഇതാ നിങ്ങൾക്ക് ഒരാളെ കാട്ടിത്തരാം കേട്ടോ. ഇതിൻ്റെ പെരടി ഒടിഞ്ഞിരിക്കുകയാണ് ഗൈസ്. കുറച്ച് വർഷങ്ങളായി പെരടി ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബെൽറ്റ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അതിൻ്റെ തല ഉറച്ചിട്ടില്ല. ബെൽറ്റ് മീൻസ് നമ്മുടെ സെല്ലോ ടേപ്പ്. എനിക്ക് കുറേ, അതായത് ഒരു വർഷം കൂടി ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഡൗട്ട് വരും കേട്ടോ. എങ്ങനെയാണ് ഞാൻ അത് മറന്നു പോയി. എനിക്ക് അങ്ങനെ വലിയ ഓർമ്മശക്തി ഇല്ലാത്ത കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ അങ്ങനെ കുറേ ടൈം എടുത്തിട്ടോ ഇതിങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക. ഞാനിത് മേടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിന് 250 200 രൂപ കണ്ടായിരുന്നു. പക്ഷേ ഇത് ഇത്രയും വർഷം ഇതിങ്ങനെ ഇരിക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ആ ഒരു പൈസയ്ക്ക് ഇത് നീണ്ടിരിക്കും എന്ന് വിചാരിച്ചിട്ട് നാശമായി പോകുന്ന ഞാൻ ആദ്യം കരുതി. ഞാൻ എടുത്ത് വെക്കുന്നതിൻ്റെ ഗുണമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ വല്ലപ്പോഴല്ലേ എടുക്കുന്നുള്ളൂ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു വഴി തോന്നുന്നു. കാരണം ഇങ്ങനെ വടിയും കാടും ഇലയൊക്കെ തേടി പോയി പിടിച്ച് വന്ന് ഉണ്ടാക്കുന്നതിനേക്കാൾ ഈ ഒരു റെഡിമെയ്ഡ് പുൽക്കൂടുള്ളത് എന്തുകൊണ്ട് നല്ലതാണ്. പിന്നെ ഉണ്ണികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അവർ ചെയ്തോളൂ. പിന്നെ അവരിങ്ങനെ ആസ്വദിച്ച് ചെയ്യും. പക്ഷേ നമുക്കങ്ങനെ എനിക്ക് അങ്ങനെയുള്ളൊരു മൈൻഡില്ല. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എല്ലാം ചെയ്ത് തീർക്കണം എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ നമ്മുടെ പുൽക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേരെ ഞാൻ ആ മാറ്റിൽ കൊണ്ട് വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ രൂപങ്ങളൊക്കെയാണ് വെക്കാറുള്ളത്. നോർമലി എൻ്റെ വീട്ടിലാണ് കേട്ടോ ആദ്യം ഉണ്ണീശ്വരൻ ജനിക്കാറ്. കാരണം ഞാൻ ഈ ക്രിസ്മസ് വരുന്നതിൻ്റെ 2-3 ആഴ്ച മുന്നേ പുൽക്കൂട് കിട്ടി ഉണ്ണീശ്വരൻ വെക്കാറുണ്ട്. ഇപ്രാവശ്യം എനിക്ക് പനിയൊക്കെ പിടിച്ചുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി. അതുകൊണ്ട് തന്നെ എൻ്റെ അപ്പുറത്തെ വീടുകളിലും അതുപോലെ തൊട്ടപ്പുറത്തൊരു പള്ളിയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മുന്നേ ഉണ്ണീശ്വരൻ ജനിക്കലും കരോള് വരലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതായത് നമ്മുടെ കുഞ്ഞൻ രൂപങ്ങളാണ്. എനിക്കുണ്ടല്ലോ എൻ്റെ ചെറുപ്പത്തിലേ ഉള്ള രൂപങ്ങളാട്ടോ. അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ വിജൃംഭിച്ചിരിക്കുന്നത്. നമുക്കിനി നെക്സ്റ്റ് ഇയർ മാറ്റണം. അപ്പോൾ ഈ വർഷം ഞാൻ അധികം പർച്ചേസിനൊന്നും പോയിട്ടില്ല. അങ്ങനെ രൂപങ്ങളൊന്നും അങ്ങനെ വല്ലാണ്ട് ഞാൻ മേടിച്ച് കൂട്ടിയിട്ടില്ല. അങ്ങനെ മാതാവും ഉണ്ണീശ ഒക്കെ വന്നതിന് ശേഷം എൻ്റെ പുൽക്കൂട് പിന്നെ ജനസാഗരമായി രാജാക്കന്മാരും മാട്ടിടയന്മാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പുൽക്കൂട് അവിടെ വരെ ഈ പണികൾ